നമസ്കാരം. രാജ്യത്ത് ഏറ്റവും വർഗീയവൽക്കരിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത് നിർഭാഗ്യവശാൽ തലസ്ഥാനമായ ഡൽഹിയിലാണ്. രാമനാമം ജപിച്ചും അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് ടൂർ പാക്കേജുകൾ പ്രഖ്യാപിച്ചും BJP, സനാതന ധർമ്മ രക്ഷാ പദ്ധതിയും പൂജാരിമാർക്ക് മാസം തോറും ദക്ഷിണയും പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി, മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലേക്ക് പ്രചാരണം ചുരുക്കി കോൺഗ്രസ്. കെജ്രിവാളും മനീഷ് സിസോദിയയും ജയിലിൽ കിടന്ന മദ്യനയ അഴിമതി ഇതിനിടെ ചർച്ച പോലും ആയില്ല. യമുനയിലെ മാലിന്യ പ്രശ്നം രണ്ട് പാർട്ടികളും ഉയർത്തി കാണിച്ചതുപോലും വർഗീയ ലക്ഷ്യങ്ങളോടെ ആയിരുന്നു. 81.25% വരുന്ന ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി നടത്തിയ ഗോഗ്വ വിളികളെയാണ് ഡൽഹിയിൽ പ്രചാരണം എന്ന് വിളിച്ചത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഏറ്റവും വർഗീയവൽക്കരിക്കപ്പെട്ട പ്രചാരണം ഡൽഹിയിലോ? മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായ PC തോമസിന്റെ തെരഞ്ഞെടുപ്പ് കേരള ഹൈക്കോടതി അസാധുവാക്കിയത് 20 വർഷം മുമ്പാണ്. അത് സുപ്രീം കോടതിയും ശരിവെച്ചു. പ്രചാരണ നോട്ടീസിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൈ മുത്തിയിട്ടുണ്ടെന്നും മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ റോമിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞതിനാണ് അയോഗ്യരാക്കിയത്. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ഭരണാധികാരിയായി ഉയർത്തപ്പെട്ട ജോസഫുമായി ആ നോട്ടീസിൽ PC തോമസിനെ താരതമ്യവും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാനദണ്ഡം വച്ചാണെങ്കിൽ ഡൽഹിയിൽ മത്സരിക്കുന്ന BJPയുടെയും ആം ആദ്മി പാർട്ടിയുടെയും മുഴുവൻ സ്ഥാനാർത്ഥിമാരും അയോഗ്യരാകണം. രാമന്റെ ഭൂമി തിരിച്ചു പിടിച്ചവർ ഡൽഹി ഭരിക്കണം എന്നാണ് BJPയുടെ പ്രചാരണ മുദ്രാവാക്യം തന്നെ. ആം ആദ്മി പാർട്ടിയാകട്ടെ പൂജാരിമാർക്ക് മാസം 18,000 രൂപ ഇനാം പ്രഖ്യാപിച്ചതാണ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. അതിനു പുറമെ സനാതന ധർമ്മ രക്ഷാസമിതി രൂപീകരിക്കുകയും ഹനുമാൻ ചാലീസ് ചൊല്ലുകയും ചെയ്യുന്നു. കോൺഗ്രസ് ആകട്ടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഇരു പാർട്ടികളുടെയും ഹിന്ദു പ്രീണനം അക്കമിട്ട് പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിച്ച പൂജാരിമാർക്കും സിഖ് ആരാധനാലയങ്ങളിലെ ഗ്രന്ഥികൾക്കുമുള്ള ഇനാം നോക്കുക. 18,000 രൂപ വീതമുള്ള ആ തുക ബുദ്ധ ജൈന ആരാധനാലയങ്ങളിലുള്ളവർക്ക് കിട്ടുന്നില്ല. നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളുണ്ട് ഡൽഹിയിൽ. അവിടെയുള്ള പുരോഹിതർക്കും ഈ സഹായം പ്രഖ്യാപിച്ചിട്ടില്ല. 81.25% വരുന്ന ഹൈന്ദവ വോട്ടുകൾ, 3.25% വരുന്ന സിഖ് വോട്ടുകൾ, ഇത് രണ്ടും ലക്ഷ്യമിട്ടാണ് കെജ്രിവാളിന്റെ പാർട്ടി ഈ പ്രഖ്യാപനം നടത്തിയത്. 10 വർഷവും 48 ദിവസവും ഡൽഹി ഭരിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. അതിൽ 9.25 വർഷവും കെജ്രിവാളായിരുന്നു മുഖ്യമന്ത്രി. ഇക്കാലത്തൊന്നും എന്തുകൊണ്ട് പൂജാരിമാർക്കുള്ള 18,000 രൂപയുടെ മാസശമ്പളം നടപ്പാക്കിയില്ല? പ്രചാരണം അവസാനിക്കാൻ 5 ദിവസം മാത്രമുള്ളപ്പോഴായിരുന്നു പൂജാരിമാർക്കുള്ള ഇനാം പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ അതൊരു പുതിയ ആവശ്യവുമായിരുന്നില്ല. മുസ്ലിം പുരോഹിതർക്ക് മാസം 10,000 രൂപ വീതം നൽകിയിരുന്ന തുക 18,000 ആയി വർദ്ധിപ്പിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. 2020 തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിരുന്നു ആ പ്രഖ്യാപനം. കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെ സീറ്റുകൾ കൂടി അതോടെ ആം ആദ്മി പാർട്ടി നേടി. ഇമാംമാർക്ക് ഇനാം നൽകിയ കാലം മുതൽ തന്നെ പൂജാരിമാരും ഇതേ ആവശ്യം ഉന്നയിക്കുന്നതാണ്. മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് ഈ ആവശ്യം ഉയർന്നതോടെ സർക്കാർ എടുത്തത് വിചിത്രമായ തീരുമാനമായിരുന്നു. ഇമാംമാർക്കുള്ള ശമ്പളം 18 മാസമായി നൽകിയില്ല. ഇതോടെ ആം ആദ്മി പാർട്ടി സർക്കാർ ഇസ്ലാം വിരുദ്ധരാണെന്ന പ്രതിച്ഛായയായി. ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണ് ആ പ്രതിച്ഛായ എന്നാണ് ഇപ്പോഴുയരുന്ന ആരോപണം. ഡൽഹിയിലെ ആകെ വോട്ടർമാർ 1,55,00,000 അതിൽ 1.25 കോടിയും ഹിന്ദുക്കളാണ്. ആ വോട്ടിന് വേണ്ടിയാണ് ആം ആദ്മി പാർട്ടി ഈ നീക്കം നടത്തിയത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. 1952 ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ജനസംഘത്തിന് 38% വോട്ട് കിട്ടിയ സ്ഥലമാണ് ഡൽഹി. 1993 സംസ്ഥാനമായി ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ ജയിച്ച് അധികാരത്തിലെത്തിയതും BJPയാണ്. അവിടെ കഴിഞ്ഞ 25 വർഷമായി BJP അധികാരത്തിലില്ല. ഇത്രയേറെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ഡൽഹിയിൽ അധികാരം കിട്ടാതെ പോകുന്നത് BJPയെ തെല്ലൊന്നുമല്ല അമ്പരപ്പിക്കുന്നത്. 1998 മുതൽ 15 വർഷം ഷീലാ ദീക്ഷിതും പിന്നെ അരവിന്ദ് കെജ്രിവാളും അതിഷി സിംഗും
2014 മുതൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP പൂർണ്ണ വിജയം തന്നെ നേടുകയും ചെയ്തതാണ്. 2014, 2019, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിലെ 7 സീറ്റിലും ജയിച്ചത് BJPയാണ്. വർഗീയമായ നിലപാട് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ നടത്തിയിരുന്ന സംസ്ഥാനമാണ് ഡൽഹി. പക്ഷേ ഇപ്പോഴത് പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു. ജാതിയെയും മതത്തെയും സ്വാധീനിക്കുന്ന വിധത്തിൽ വോട്ട് പിടിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ എഴുതി വച്ചിട്ടുള്ള രാജ്യമാണ് നമ്മളുടേത്. അങ്ങനെ പ്രചാരണം നടത്തിയവരുടെ അംഗത്വം തന്നെ റദ്ദാക്കിയ പാരമ്പര്യവും ഇന്നാട്ടിലുണ്ട്. പക്ഷേ ഡൽഹിയിൽ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് മതപ്രീണനം നടത്തിയിട്ടും ഒരു കടലാസ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചതായി ആർക്കും അറിയില്ല. ഏതെങ്കിലും പാർട്ടി പരാതി നൽകിയതായും കേൾക്കാനില്ല. പരാതി നൽകുന്നവരെ പോലും വർഗീയമായി ഒറ്റപ്പെടുത്തി കളയും എന്നതിനാൽ ഇതല്ല ഇതിലപ്പുറവും ഇനി കാണേണ്ടി വരും. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.